ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ നിന്നുള്ള വീഡിയോ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേച്ചറും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും കാണാനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. സെൻട്രൽ പാർക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു പാർക്കൊന്നുമല്ല. അതായത് ന്യൂയോർക്കിലെ 6ാമത്തെ വലിയ പാർക്കാണ് ഈ സെൻട്രൽ പാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതായത് നമ്മുടെ ബോളിവുഡ് സിനിമകളൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ സെൻട്രൽ പാർക്ക് എന്ന് പറയുന്നത്. സെൻട്രൽ പാർക്ക് എന്ന് പറയുമ്പം ഏതാണ്ട് 843 ഏക്കറിലങ്ങാണ്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് റിവറുകളും അതുപോലെ തന്നെ പോണ്ടുകളും ഒക്കെ നമ്മൾക്ക് കാണാം. ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊക്കെ നമുക്ക് ഹായ് തരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറാണിത്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാകും. റിലാക്സ്ഡ് ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഒരുപാട് ആൾക്കാർ വാക്കിങ്ങിനും അതുപോലെ തന്നെ ജോഗിങ്ങിനും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സെൻട്രൽ പാർക്കുള്ളത്. പക്ഷേ ആ തിരക്ക് പിടിച്ച സിറ്റിയുടെ ഒരു ഡിസ്റ്റർബൻസും തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. നമുക്കിവിടെ ശരിക്കും നമ്മളെ നേച്ചറിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കിളികളുടെ സൗണ്ടുകളും മറ്റുമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നതും. ശരിക്കും നമ്മളൊരു ജംഗിളിലൂടെ പോകുന്നൊരു ഫീലാണ് നമുക്ക് ഈ സെൻട്രൽ പാർക്കിലൂടെ പോകുമ്പോൾ. അത്രമാത്രം ട്രീസൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കൂൾ ക്ലൈമറ്റാണ്. ഇവിടെ താഴെയായിട്ടൊരു ടെന്നീസ് കോർട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ കളിക്കാൻ വരും. അവരുടെ കളികൾ കാണുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ടേബിൾ അതുപോലെ തന്നെ ബെഞ്ചുകളുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ടെന്നീസ് കളി കാണാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമുക്കും കുറച്ച് നേരം അത് കണ്ടിട്ട് പോകാം. ഇവിടെ സെൻട്രൽ പാർക്കിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. നമുക്കും അതിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് പോകാം. ഇതൊരു ബെത്സേദ പൂളാണ്. ഇവിടെയാണ് സെൻട്രൽ പാർക്കിലെ ബെത്സേദ പൂള് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഏഞ്ചലിൻ്റെ സ്റ്റാച്ചു ആണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബെത്സേദ കുളത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ബെത്സേദ കുളത്തിലേക്ക് ഒരു മാലാഖ വന്ന് വെള്ളം ഇളക്കുന്ന സമയത്ത് ഏത് രോഗിയാണോ ആദ്യം ആ വെള്ളത്തിലിറങ്ങുന്നത് അവർ സുഖം പ്രാപിക്കുമെന്നാണ്. അങ്ങനെയാണ് ബെത്സേദ കുളത്തിൻ്റെ കരയിൽ വെച്ച് 38 വർഷം തളർവാദം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ ഈശോയോട് സങ്കടം പറയുകയും ഈശോ അവിടെ വെച്ച് ആ വ്യക്തിയെ സുഖപ്പെടുത്തുകയും ചെയ്തതായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ആ കുളത്തിൻ്റെ ഒരു ആക്ച്വലി മാതൃകയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് റിലാക്സ് ചെയ്യുകയും ഫോട്ടോസ് എടുക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പൂള് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ്.
നമ്മളിങ്ങ് നടന്ന് കുറേ ദൂരം വന്നു കേട്ടോ. ഒട്ടും തന്നെ ടയർഡ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറും അതുപോലെ തന്നെ നല്ല കൂൾ ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുമൊക്കെ കണ്ട് നമുക്ക് ഇനിയിപ്പം ടയർഡാണെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ബെഞ്ചുകളൊക്കെ സൈഡുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്തൊക്കെ പതുക്കെ പോയാൽ മതി. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ നടന്ന് ബോ ബ്രിഡ്ജിലാണ് എത്തിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ആ ബ്രിഡ്ജിൻ്റെ ഇരുവശങ്ങളിലും ഫ്ലവർ വേസുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ചെടികളും ആണ് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയണിനകത്താണ് കംപ്ലീറ്റ്ലി ഇതിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന കാസ്റ്റ് അയണാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ റിവറിലെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, ഫുൾ ഗ്രീനാണ്. ഈ മരങ്ങളുടെയും ഈ ഇലകളുടെയും ഒക്കെ റിഫ്ലക്ഷൻ അടിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ ഫെയറി ടെയിൽ സ്റ്റോറീസ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ആ സ്റ്റോറീസിനകത്ത് ഇങ്ങനെ പിക്ചറൈസേഷൻ കാണിക്കുന്ന അതിനകത്താണ് ഇങ്ങനെയുള്ള നേച്ചർ ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളത്. അതായത് ഇങ്ങനെ ജംഗിളിലൂടെ നടന്നു പോകുന്നു, അതിനിടയ്ക്കൊരു ബ്രിഡ്ജ്, ബ്യൂട്ടിഫുൾ നേച്ചർ ഒക്കെ അതുപോലെ തന്നെ ഫെയറി ടെയിൽ സ്റ്റോറിയിൽ കാണുന്ന അതുപോലൊരു നേച്ചറാണ് എനിക്ക് സെൻട്രൽ പാർക്കിനകത്ത് കാണാൻ സാധിച്ചത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ബോയുടെ ഒരു ആകൃതി വരുന്നത്. ബോ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ വീണ്ടും ജംഗിളിലേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും നോക്കി ജംഗിൾ പോലെ തന്നെയല്ലേ. നമ്മളിപ്പോൾ ഈ റിവറിൻ്റെ തീരത്തൂടാണ് വരുന്നത്. ഈ റിവറിൻ്റെ തീരത്തൂടെ വന്നാൽ മാത്രമേ നമുക്ക് ആ ബോ ബ്രിഡ്ജിൻ്റെ ഭംഗി ദൂരെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ദൂരെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ തീരത്തൂടെ തന്നെ വരണം. എല്ലാവരും ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ശരിക്കും ബോയുടെ ഒരു ആകൃതി തന്നെയാണ് അതിനുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോ ബ്രിഡ്ജും അതുപോലെ തന്നെ സെൻട്രൽ പാർക്കിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ചിൽ ദെൻ, ബൈ.